അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പുരോഗമിക്കവേ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച വിശ്വ ഹിന്ദു പരിഷത്ത് ഉപാധ്യക്ഷൻ ചമ്പത് റായ് ട്രസ്റ്റി അനിൽ മിശ്രയും രാജി സമർപ്പിച്ചു. ഇന്നലെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത 8 പേരിൽ ചമ്പത് റായിയുടെ വിശ്വസ്തനും ഡ്രൈവറുമായ റാം ശങ്കർ യാദവ് അറസ്റ്റിലായിരുന്നു. ഇതോടെ ചമ്പത് റായ് അടക്കം ഉന്നതർക്കെതിരെ കേസെടുക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നടക്കം വിമർശനം ഉയർന്നിരുന്നു. അതേസമയം ക്രമക്കേടിൽ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് വ്യക്തമാക്കി. വിവാദങ്ങൾക്കിടെ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് അയോധ്യ ക്ഷേത്രം സന്ദർശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസന്വേഷണം ഉന്നതരിലേക്കും നീങ്ങുകയാണോ? അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPയെയും സംഘപരിവാറിനെയും പ്രതിസന്ധിയിലാക്കുകയാണോ അയോധ്യയിലെ കൊള്ള? കാണാം RDX റാപ്പ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘം 8 പേരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവർ രാജിവെച്ചത്. അറസ്റ്റ് ചെയ്തവരിൽ ചമ്പത് റായിയുടെ വിശ്വസ്തനും ഡ്രൈവറുമായിരുന്ന ടിന്നു എന്നറിയപ്പെടുന്ന രാംശങ്കർ യാദവും ഉൾപ്പെട്ടതോടെ ചമ്പത് റായിലേക്കും അന്വേഷണം നീളുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. കേസിൽ ചമ്പത് റായ് അടക്കമുള്ളവരെ പ്രതി ചേർക്കാത്തതിൽ പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതോടെ ചമ്പത് റായിയുടെ രാജി അധികൃതർ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാണ് വിവരം. ക്ഷേത്രത്തിൽ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനത്തിന്റെ തലവൻ, പ്രവർത്തനത്തിന്റെ മേൽനോട്ടക്കാരനായ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ, പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന 5 ജീവനക്കാർ എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികൾ. അന്വേഷണം കൃത്യമായ ദിശയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും കുറ്റക്കാരായവർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നുമാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിലപാട്. കേസിൽ പ്രതികളല്ലാത്തവരിലേക്ക് അടക്കം അന്വേഷണം നീളുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അധ്യക്ഷൻ അലോക് കുമാറും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്. പക്ഷേ നമുക്കത് എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ഇടയിൽ മുഴുവൻ വാർത്തകളായും അല്ലാതെയായും അതിൽ വരുന്ന പ്രതികരണങ്ങൾ, അതൊരു തിരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ബാധിച്ചു എന്നൊക്കെയുള്ള കാര്യം നമുക്കുണ്ട്. അപ്പോൾ അതിലും വലിയൊരു കൊള്ള അവിടെ അയോധ്യയിൽ ഇപ്പോൾ നടക്കുകയാണ്. അപ്പോൾ 8 പേരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് മതിയോ? അതിൽ ഒതുങ്ങേണ്ടതാണോ? സത്യത്തിൽ അത്ര ഗ്രാവിറ്റി ഉള്ളോ എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കണ്ടേ? അതിലൊതുങ്ങില്ലല്ലോ, ഉറപ്പായിട്ടും ഒതുങ്ങില്ല. എന്ന് മാത്രമല്ല ശ്യാമിലി, ഞാനിന്ന് നോക്കുമ്പോൾ BBC-യുടെ സൈറ്റിൽ വലിയ പ്രാധാന്യത്തോടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു സംഗതി നടന്നിരിക്കുന്നവർ വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. ഞാൻ പറഞ്ഞത് അല്ല, BBC-ക്ക് ഇപ്പം നമ്മുടെ നാട് നന്നായിട്ട് കവർ ചെയ്യുന്നതാണ്. നമുക്ക് ഇവിടുന്ന് വായിക്കുമ്പോൾ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സംഗതികൾ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. പക്ഷേ അതും ഒഴിച്ചാലും ലോകം മുഴുവൻ തന്നെയും എന്ന് പറയാവുന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുന്ന വലിയൊരു വാർത്തയായിട്ട് ഇത് മാറി. നേരത്തെ സംശയമില്ല. എനിക്കിത് പറയുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു, ഞാനും ഹർഷനുള്ളപ്പോൾ RDX ഇത് ചർച്ച ചെയ്തിരുന്നു. അന്ന് ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിൽ നിന്ന് വിളിച്ചു, കണ്ണൂരിൽ നിന്ന് വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു, വിശ്വാസിയായിട്ടുള്ള അവൻ്റെ അമ്മ, വളരെ പ്രായം ചെന്നൊരു ഹിന്ദു സ്ത്രീ, ഇത് ഈ ചർച്ച ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവർ വളരെ കാഷ്വലായിട്ട് ഒരു കമൻറ്റ് ചെയ്തു. അതായത് അതല്ലെങ്കിലും 100-500 കൊല്ലക്കാലം ഉണ്ടായിരുന്നൊരു ദേവസ്ഥാനം തന്നെ പൊളിച്ചിട്ടെടുത്ത അമ്പലമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്ന മട്ടിൽ എന്തോ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അന്നേരത്തെ ചിരിച്ച് കളഞ്ഞു. പിന്നെ എന്ന് മാത്രമല്ല അതിപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും അങ്ങനെ വിചാരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ആ ബെൽറ്റിലൊക്കെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചർ തകർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു അമ്പലം വന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷേ ആ തരത്തിൽ കൂടെ ചർച്ച ചെയ്യപ്പെടുന്ന, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമായിട്ട് ആ തരത്തിൽ വെച്ചാൽ അതെന്തെങ്കിലും വസ്തുതാപരമാണെന്നല്ല, അതൊരു ആളുകളുടെ ഒരു വികാരം, വൈകാരികമായിട്ടൊരു കാര്യം. പലതരം വിശ്വാസികൾ പലതരത്തിലുള്ള ആളുകളായിരിക്കാം. വൈകാരികമായിട്ട് ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. പക്ഷേ ഇത് ചർച്ചയാവില്ലേ? ഇതിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അമ്പലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കള്ളന്മാരുണ്ട്. അത് നമ്മളൊരു സ്വാഭാവിക കാര്യമായിട്ട് കാണണം. അതായത് സംഗതി ശരിയാണ്, മനുഷ്യരെല്ലാം മഹാവിശ്വാസികളാണ്, നല്ല വിശ്വാസികളാണ്. നമ്മൾ സാധാരണ മനുഷ്യരിപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനകത്തേക്ക് പോയാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തകഴിയുടെ കയറ് രണ്ടാമതൊന്നുകൂടെ വായിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തൊരു പരാമർശമുണ്ട്. അതായത് അമ്പലം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ നന്മയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാലുകൾ തമ്മിൽ ചേർത്ത് ഉരക്കും. എന്ന് വെച്ചാൽ അമ്പലപ്പറമ്പിലെ മണ്ണ് പോലും പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകരുത്. അമ്പലപ്പറമ്പിലെ മണ്ണ് അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വത്താണ്. ആ ദൈവത്തിൻ്റെ സ്വത്ത് എൻ്റെ കാലിൽ പുരണ്ടിട്ട് ഞാൻ വീട്ടിലേക്ക് പോയാൽ ആ സ്വത്ത് അവിടെ എത്തും. അങ്ങനെ പാടില്ല. അതുകൊണ്ട് കാലിലെ പൊടിമണ്ണ് പോലും അമ്പലപ്പറമ്പിലേക്ക് ഇട്ടിട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്ന വിശ്വാസികളാണ് മഹാബഹുഭൂരിപക്ഷവും. അക്കാര്യത്തിൽ സംശയമേ ഇല്ല. ഇത്
ഇത്തരം തട്ടിപ്പുകാർ പക്ഷേ അമ്പലത്തിൻ്റെ നടത്തിപ്പിലേക്ക് വരുമ്പോൾ ആ നിലക്കുള്ള വലിയ തോതിലുള്ള തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കുക അതൊരു സ്വാഭാവിക കാര്യമാണ്. നമ്മളിപ്പോൾ ശബരിമല എത്രമാത്രം പ്രധാനപ്പെട്ട സ്ഥലമാണ്, പക്ഷേ അവിടെ ആ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾ നമ്മളെന്താ കരുതുക, ഇത്രയും വലിയ ഒരു ദേവസ്ഥാനത്തിന് അടുത്ത് നിൽക്കുന്നത് പോലും പരമപുണ്യം എന്നല്ലേ വിചാരിക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ആ പുണ്യം അനുഭവിക്കുന്ന ആളുകളാണ് അവിടുത്തെ സ്വർണവും മറ്റുമൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നത് അല്ലേ, അത് നടത്തിപ്പ് ചുമതല. അപ്പോൾ എല്ലാ അമ്പലങ്ങളിലും എന്ന് തന്നെ പറയാം, എല്ലാ ക്ഷേത്രങ്ങൾക്കകത്തും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പലയിടങ്ങളിലും ഈ പറയുന്ന അമ്പലക്കൊള്ള നടക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്പലക്കൊള്ള അയോധ്യയിൽ നടന്നേ എന്ന് പറഞ്ഞിട്ട് ആകെപ്പാടെ അയ്യോ ഇതങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് വലിയ അത്ഭുതപ്പെടേണ്ടുന്ന കാര്യമില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങൾക്കകത്തുള്ള അമ്പലമാണ് ഇത്. ഇപ്പോൾ ഈ തീർത്ഥത്തിൻ്റെ തലപ്പത്ത് നിന്ന് മാറിയിരിക്കുന്ന ചമ്പത് റായ്, ആരാണ് അദ്ദേഹം? ചമ്പത് റായ് കെമിസ്ട്രി അധ്യാപകനായിരുന്നു, കോളേജ് ലെക്ചറായിരുന്നു. അദ്ദേഹം ആ അധ്യാപനം വിട്ടിട്ട് RSSൻ്റെ ഫുൾ ടൈം പ്രചാരകമായി മാറിയ ആളാണ്. RSSൻ്റെ പ്രചാരകമായിട്ട് മാറിയിട്ട് RSSൻ്റെ പരമോന്നതമായുള്ള പല പദവികളിലേക്ക് വന്നിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ ആ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിയ ആളാണ് അദ്ദേഹം. എന്നിട്ട് അവിടെ നിന്ന് ഈ രാമജന്മഭൂമി മൂവ്മെൻ്റ് നമ്മൾ പറയുന്ന ഈ വലിയ സംഘർഷാത്മകമായിട്ടുള്ള ഈ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നിട്ട്, ഈ കാര്യങ്ങളുടെ മുൻനിരയിലേക്ക് വന്നിട്ട് അതിൽ അവർ കണക്കാക്കുന്ന സക്സസ് എന്ന് വിചാരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വരവിലേക്ക് പോയ വലിയ ആ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ സർക്കിളിൽ RSSനകത്തും RSSന് പുറത്തുമുള്ള ഈ ഹിന്ദുത്വ ആളുകളും മറ്റുമൊക്കെ വലിയ തോതിൽ ബഹുമാനിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന ആളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 8 ആളുകളിൽ ഡ്രൈവറായിരിക്കുന്ന ആളെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത ഇപ്പം പണം എണ്ണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ സാധാരണക്കാരായ തൊഴിലാളികളാണ്. ഇപ്പോൾ പണത്തിൻ്റെ കണക്കിങ്ങനെയാണ്, അതായത് വലിയ പൈസയാണ് കേട്ടോ അവിടേക്ക് വരുന്നത്. അതായത് 2024 ജനുവരിയിലാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ തുടക്കം. ഉദ്ഘാടനം എന്ന് പറയുന്നത് ശരിയല്ലോ, എന്തോ ഒരു വാക്കുണ്ട്, അത് അങ്ങനെ ജനുവരിയിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത് 2024 ജനുവരിയിലാണ്. ആദ്യത്തെ ഫിനാൻഷ്യൽ വർഷം മാത്രം 327 കോടി രൂപയാണ് സംഭാവനയായിട്ട് മാത്രം വന്നത്. 327 കോടി രൂപ. ഓക്കെ, അതിനകത്ത് 135 കോടി രൂപ പൈസയായിട്ടും 173 കോടി രൂപ ആഭരണങ്ങൾ മറ്റു മറിച്ചൊക്കെ സ്വത്തുക്കളൊക്കെ ആയിട്ട് വന്നതാണ്. ഓരോ ദിവസവും 70,000 തൊട്ട് 80,000 വരെയുള്ള ആൾ ഓരോ ദിവസവും ആ അമ്പലത്തിൽ ദർശനത്തിനായിട്ട് വരുന്നുണ്ട്. അവരിൽ പല ആളുകളും അവിടെ ഇത് ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഏപ്രിൽ 27 തൊട്ട് ജൂൺ 5 വരെ മാത്രം, ഈ കൊല്ലം ഏപ്രിൽ 20 തൊട്ട് ജൂൺ 5 വരെ മാത്രം 70 തട്ടിപ്പ്, 70 മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. 70 മോഷണങ്ങൾ, 7.5 കോടി രൂപ ഇങ്ങനെ തട്ടിപ്പിലൂടെ ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് 14 പേരാണ് ഇത് എണ്ണാനായിട്ട് അവിടെയുള്ളത്. 14 പേര് ഈ പണം എണ്ണാനായിട്ട് അവിടെയുള്ളത്, സംഭാവന വരുന്നത്. ഈ 14 പേര് മാത്രം വിചാരിച്ചാൽ ഈ 7.5 കോടി 70 തവണ തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചമ്പത് റായ് അത് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചമ്പത് റായിയൊക്കെ വലിയ വിശ്വാസമുള്ള ആളായിരിക്കുമല്ലോ. അദ്ദേഹം അത് ചെയ്തോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെതിരെ പോലീസ് എന്തെങ്കിലും കേസെടുത്തില്ല. ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ്. ഞാൻ ആകെ ചതിക്കപ്പെട്ട പോലെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻ ഡ്രൈവറായിരുന്ന വിശ്വസ്തനായിരുന്ന ഒരാൾ, ടിന്നിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാൾ ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഒരാൾ. അയാളുടെ കസിനെ അവിടെ ഈ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ലവകുഷ് സിൻഹ എന്നാട്ടോ മിശ്രാന്നോ മറ്റോ പറഞ്ഞൊരാൾ അയാളുടെ അളിയനെ അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു കോക്കസ് ആയിട്ട് നിന്നിട്ട് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്, SIT കണ്ടെത്തിയിരിക്കുന്നത് എന്താണ്, അവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ CCTVക്ക് മുന്നിൽ ഒരാൾ നിൽക്കും, ഒരാളിങ്ങനെ CCTV മറഞ്ഞുകൊണ്ട് നിൽക്കും, മറ്റേ ആൾ ഈ പണം അടിച്ചു മാറ്റിയിട്ട് ഡ്രസ്സിനകത്തേക്ക് വെക്കും. എന്നിട്ട് ഈ പണം ഇങ്ങനെ അടിച്ചുകൊണ്ട് പോയിട്ട് കക്കൂസിനകത്ത് സൂക്ഷിക്കുക. എന്നിട്ട് നല്ല സമയം നോക്കിയിട്ട് കക്കൂസിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക. അതൊരു തട്ടിപ്പ് രീതി. രണ്ടാമത് SIT കണ്ടെത്തിയൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ ഒരു ബോക്സിൽ തന്നെയും 7 ലക്ഷമോ അങ്ങനെ എത്രയാണ് ഒരു ബോക്സിൽ ഒരു സംഭാവന വഞ്ചിക്കകത്ത് ഒരു 7 ലക്ഷമോ ഒക്കെ ഉണ്ടാവും ഒരു ദിവസം എണ്ണാൻ. അപ്പോൾ ആ പണം എടുത്തിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിലേക്ക് കൊണ്ടുപോയി അടക്കണമല്ലോ. ബാങ്കിലേക്ക് കൊണ്ടുപോയി 10,000 രൂപയാണ് അടക്കേണ്ടതെങ്കിൽ 7 ലക്ഷം ആണെങ്കിൽ 10,000 രൂപയുടെ ഒരു കെട്ടാണെങ്കിൽ അവർ 12,000 രൂപ വെക്കും, അല്ലെങ്കിൽ 11,000 രൂപ വെക്കും, 1,000 രൂപ കൂടുതൽ വെക്കും. എന്നിട്ട് 10,000 രൂപ എന്ന് എഴുതിയിട്ട് വിടും. എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാങ്കിലേക്ക് അടക്കുമ്പോൾ 10,000 അടച്ചാൽ മതിയല്ലോ, 1,000 ഇങ്ങോട്ട് എടുക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ വളരെ താക്ട്ഫുള്ളി, വളരെ ഇങ്ങനെ ഈ പറയുന്ന കൃത്യമായിട്ട് സംഘടിതമായിട്ട് നടത്തിയ തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അപ്പോൾ ഇദ്ദേഹം അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഇതിനേക്കാൾ മുതിർന്ന ആളുകൾ അറിഞ്ഞിട്ടാണോ എന്ന കാര്യങ്ങളൊക്കെ രണ്ടാമത്തേതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് വീഴ്ച വന്നു എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അമ്പലങ്ങളിലും ചെറിയ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടക്കണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ആയിക്കൂടെ? ഇപ്പോൾ കുറച്ച് ദുഷ്ടന്മാരെന്തായാലും ഉണ്ടാവുമല്ലോ, ദൈവത്തോട് വേണ്ട ആദരവില്ലാത്ത ആളുകൾ, പണമാണ് ദൈവത്തെക്കാൾ വലുത് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ എന്ന് കണക്കാക്കി വിടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ ചമ്പത് റായും രാജ്യത്തെ തന്നെയും RSSൻ്റെ ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. ഈ RSS ആണ് രാജ്യം ഭരിക്കുന്ന BJPയുടെ
പിന്നിലെ പ്രധാനപ്പെട്ട ഫോഴ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ ആദരവുള്ള ആളാണ് ഈ ചമ്പത് റായ് അടക്കമുള്ള ആളുകൾ. ഈ തീർത്ഥ ട്രസ്റ്റിൻ്റെ തലപ്പത്തേക്ക് ആളുകളെ കൊണ്ടുവന്നതെല്ലാം RSSൻ്റെയും സർക്കാരിൻ്റെയും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ആളുകളുടെ നേർക്കുനേർ അറിവോട് കൂടിയിട്ടാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. ഇവരുടെ ധാർമ്മികമായിട്ടുള്ള പിശകാണെങ്കിൽ തന്നെയും ഇവർ നേർക്കുനേർ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് വന്നാൽ തന്നെയും ഇതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് വരെ RSSൻ്റെയും BJPയുടെയും ഏറ്റവും ഔന്നത്യത്തിൽ വരെ എത്തിച്ചേരും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകം ചർച്ച ചെയ്യുന്നൊരു വലിയ തട്ടിപ്പ് ഇങ്ങനെ നടന്നിരിക്കുന്നു. അത് ധനപരമായിട്ട് വലിയ തട്ടിപ്പാണ് നടത്തിയത്. ഒരുപാട് കാശ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതുപോലൊരു വലിയ ലോകശ്രദ്ധയിലുള്ള ഒരു ക്ഷേത്രത്തിനകത്താണ് നടന്നിരിക്കുന്നത് എന്നതിനോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടും സംഭവമായിട്ടും ഇതിനെ മാറ്റുന്നത് ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘത്തോട് ഇദ്ദേഹത്തിനുള്ള ഇദ്ദേഹം വഴിയും ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കണക്ഷനാണ്. ആ കണക്ഷനാണ് ഇവരിപ്പം അവർ രാഷ്ട്രീയമായിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാക്കിയിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് കുറ്റം ചെയ്തവരെ മുഴുവൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് തന്നെയും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ചമ്പത് റായ് രാജിവെച്ചിട്ടുണ്ട്, അനിൽ മിശ്ര രാജിവെച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഗൗരവത്തോടു കൂടിയിട്ടാണ് ഇതിനകത്ത് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇടപെടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇതുവരെ ഉണ്ടായ സംഗതികൾ തന്നെയും ഈ സംഭവ വികാസങ്ങളുടെ ആകപ്പാടെ ഒരു വലുപ്പത്തെയും പ്രാമുഖ്യത്തെയും അതിൻ്റെ കുപ്രസിദ്ധിയെയും വളരെ 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 വർദ്ധിപ്പിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ടെന്ന കാര്യം സംശയമില്ലാത്തതാണ്. ഞാനും ഇക്കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെയൊക്കെ നാട്ടിൽ ഇഷ്ടംപോലെ അമ്പലമുണ്ട്. നമ്മൾ ഈ കൊച്ചിയിൽ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും മാത്രം ഒരു അമ്പലമാണോ അയോധ്യ രാമക്ഷേത്രം? നമ്മളെ സംബന്ധിച്ച് ശബരിമല അങ്ങനെയുള്ള സ്ഥലമല്ല, ഗുരുവായൂർ അങ്ങനെയുള്ള സ്ഥലമല്ല, ഏതെങ്കിലും ഒരു സ്ഥലം എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഒരു ഇത്. അയോധ്യ അങ്ങനെ നോക്കുമ്പോൾ ചരിത്രപരമായി തന്നെ ഇന്ത്യയുടെ വലിയ ചരിത്രങ്ങളിൽ ഒരു വലിയ ഏടാണല്ലോ അയോധ്യ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചരിത്രം മറക്കരുത്. നമ്മൾ അയോധ്യയിൽ ഇങ്ങനൊരു കൊള്ള നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചരിത്രവും കൂടെ ഓർമ്മിച്ചിട്ട് വേണം, അതിൻ്റെ കൂടെ പ്രാധാന്യത്തിൽ വേണം നമ്മൾ ഇതിനെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റേ വയലാർ എഴുതിയ വരികൾ ഞാൻ ഉദ്ധരിക്കും. ശരിക്കും ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. മറ്റൊന്നുമില്ല, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. എന്താ വരി അദ്ദേഹമാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷേ അവസാനം പറഞ്ഞതുപോലെ ഈ മണ്ണും മതേതര ഇന്ത്യയുടെ മനസ്സും വിഭജിച്ചിട്ട് നമ്മുടെ മതേതര മനസ്സിൻ്റെ മുകളിൽ മുറിവേൽപ്പിച്ചിട്ട് പണിതുയർത്തിയ ഒരു അമ്പലമാണ് രാമക്ഷേത്രം എന്നുള്ളത്. നേരത്തെ സനീഷേട്ടൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളായതും ഇനി അങ്ങനെ അല്ലാത്ത ആളുകളും അത് സ്വീകരിക്കുന്നവരുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. ആ രണ്ട് മനസ്സ് വിഭജനം ഉണ്ടല്ലോ, അത് വന്നിരിക്കുന്നത് ഈ അമ്പലത്തിൻ്റെ പേരിലാണെന്നേ. ആ രണ്ട് വിഭജനം, അങ്ങനെ ഒരു മനസ്സ് പങ്കുവെക്കലും മണ്ണ് പങ്കുവെക്കലും ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇപ്പോഴും മുറിവായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആരാ ഇതിന് ചുക്കാൻ പിടിച്ചത്? നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP NDA സഖ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വലിയ ഫോഴ്സായിരിക്കുന്ന RSSും അന്ന് തന്നെ BJPയും VHP വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെയായിരുന്നു ഇതിൽ വലിയ പ്രക്ഷോഭം നടത്തി അതിൽ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസം മുന്നോട്ട് നിർത്തി അതിൽ ചില ഐതിഹ്യങ്ങൾ പറഞ്ഞ് അത് വീണ്ടും വീണ്ടും എടുത്ത് സ്ഥാപിച്ചെടുത്ത് വലിയ പ്രക്ഷോഭം നടത്തിയിട്ടാണല്ലോ അവർ ബാബറി മസ്ജിദ് തകർക്കുന്നത്. നമ്മൾക്ക് മനസ്സിൽ ഇപ്പോഴും ആ ചിത്രമില്ലേ, കർസേവർ അവിടെ കയറി കൊടിനാട്ടിയത്. അതിനുശേഷമാണല്ലോ നിലവിൽ ഇവിടെ രാമക്ഷേത്രം, അയോധ്യയിൽ രാമക്ഷേത്രം പണിയണമെന്നുള്ള വിധിയടക്കം വരുന്നത്. എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ച കാര്യം? ശ്രീരാമൻ്റെ ജന്മഭൂമിയാണ് ഇവിടം. ഈ 2019 സുപ്രീം കോടതിയിൽ വിധിയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം രാമൻ ജനിച്ചത് പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്താണ് എന്നതിൽ തർക്കമില്ല. അതിനാൽ തന്നെ രാമനാണ് ഭൂമിയുടെ പ്രതീകാത്മക ഉടമ. അത് ഒരു കോടതിയുടെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് എന്താ അത്? അത്രയും അധികം വിശുദ്ധമായ ഒരു സ്ഥലം, അവിടെ രാമന് വേണ്ടി ഒരു അമ്പലം ഉയരണം, ഞങ്ങൾക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ളതല്ലേ. ഈ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ കലാപങ്ങളുണ്ടായി, ആർക്കൊക്കെ ജീവൻ നഷ്ടമായി, എന്നിട്ടാണല്ലോ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്. ആരായിരുന്നു അതിന് മുൻകൈ എടുക്കുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹമായിരുന്നു നേരിട്ടെത്തുന്നത്, അദ്ദേഹമായിരുന്നു മുഖ്യ കാർമ്മി എന്ന് തന്നെ പറയാം, മുന്നിട്ട് നിന്നാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് ഈ ചരിത്രം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മതവും വിശ്വാസവും ഒക്കെ ടൂളാക്കി ഒരു ജനതയെ തന്നെ വിഭജിച്ച് ഇവിടെ ഒരു അമ്പലവും പണിതുയർത്തിയിട്ട്, ശരി, അതിൻ്റെ മെറിറ്റിനെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷേ എന്നിട്ട് അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. കാട്ടുമുടിക്കുന്നു. ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ പറയുന്ന ട്രസ്റ്റിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശബരിമല കൊള്ള തട്ടിച്ചു നോക്കിയാൽ തന്നെ വെറും ഒരു പോറ്റിയോ ഒരു ഭണ്ഡാരിയോ മാത്രം നമ്മൾ കുറ്റക്കാരായി പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഷ്ട്രീയ വിവാദങ്ങളും ഇല്ല, ബോർഡിലിരിക്കുന്നവരാരും ഇല്ല. പക്ഷെ ധാർമ്മിക ഉത്തരവാദിത്തം ഇതുണ്ട്. കണ്ടിട്ടും കണ്ണടച്ചോ?
അല്ലെങ്കിൽ ഇത് അറിയാതെ പോയോ, എങ്ങനെയാണെങ്കിലും ഇത് സംരക്ഷിക്കാനാണല്ലോ ഇവർ നിർത്തുന്നത്. അപ്പം ഞാനാലേക്ക് ഇത് വിശ്വാസത്തെ മുഴുവൻ ചൂഷണം ചെയ്ത് ഇങ്ങനെ ഒരു കാര്യവും ഉണ്ടാക്കിയിട്ട് കള്ളം പിന്നെ അപഹരണം നടത്തുന്ന മൂന്നാം കിട കള്ളന്മാരെ പോലെയല്ലേ ഇവരിവിടെ പെരുമാറുന്നത് എന്നുള്ളതല്ലേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പം സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കിതൊരു വോട്ട് ബാങ്കും പിന്നെ പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധിയുമായിരുന്നു ഈ രാമക്ഷേത്രം അടക്കം. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് നിർവഹിച്ചുകൂടെ ഈ കാര്യത്തെ? ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. എന്തായാലും രാമനാമം ജപിക്കുന്ന ഈ നാട്ടിലെ വിശ്വാസികൾ മുഴുവൻ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ വിശ്വാസത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നത് രാമനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് ഇത് കക്കുകയായിരുന്നു എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ചുക്കാൻ പിടിച്ചത് മുഴുവൻ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളല്ല. പക്ഷേ ഈ അമ്പലം വരുന്നപ്പം കോൺഗ്രസ് അടക്കമുള്ളവർ അതിൽ ഞങ്ങൾ കൂടി ഇതിൽ ഭാഗവാക്കാണ്, ഞങ്ങൾ കൂടി മുൻകൈ എടുത്തിട്ടാണ് ഈ അമ്പലം പണിതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ നിലയുണ്ട്. പക്ഷേ അവിടെയുള്ള ചുമതലക്കാരായും അല്ലാതായും ജോലികളുമായും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്നത് പോലെ ബന്ധു നിയമനം പോലെയാണല്ലോ. അത് അടുപ്പിച്ചടുപ്പിച്ച് ഇന്ന ആളുകളെയൊക്കെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ അളിയന്, പിന്നല്ലാതെ എൻ്റെ സഹോദരന്, മറ്റുള്ളവർ, ഡ്രൈവർ എന്നൊക്കെ തുടങ്ങി എല്ലാം ബന്ധുക്കളാണ്. ഇത് മുഴുവൻ BJPയുമായിട്ടും വിശ്വ ഹിന്ദു പരിഷത്തുമായിട്ടും RSSുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് അവിടെ ജോലി എടുക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കൂടുതൽ ഉത്തരവാദിത്തം. മറ്റെവിടുന്നെങ്കിലും പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്നല്ല. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ വെറുമൊരു ചമ്പത്രായല്ല, കാര്യമായ ചമ്പത്രായും അനിൽ മിശ്രയും രാജിവെച്ചതുകൊണ്ട് മാത്രം ഇവിടെ കാര്യങ്ങൾ തീരുന്നില്ല. 8 പേരെ അറസ്റ്റ് ചെയ്തതിൽ പണം എണ്ണുന്നയാൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു തലവൻ, പിന്നെ മുൻ റിട്ടയർഡായ ഇതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം എന്ന് വെച്ചാൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവർ. നേരത്തെ തന്നെ സനി ചേട്ടൻ ഇതിൻ്റെ സെക്യൂരിറ്റി ഇതുകൾ ചൂണ്ടിക്കാട്ടി. ഞാൻ നോക്കുമ്പോഴും 3 ലെയർ സെക്യൂരിറ്റി, പിന്നെ അത് മാത്രമല്ല അസംഖ്യം CCTV ക്യാമറകൾ. ആ ക്യാമറകളിൽ തന്നെ സംശയാസ്പദമായി എന്തെങ്കിലും ഒരു വ്യക്തിയിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി AI സാങ്കേതികവിദ്യ കൂടി ഉപയോഗിക്കുന്നു. AI ഒക്കെ അത്രയും മോസ്റ്റ് മോഡേൺ കാര്യങ്ങളല്ലേ നമുക്ക് നിലവിൽ മുമ്പിലുള്ളതിൽ വെച്ച് AI ഉപയോഗിച്ചാണല്ലോ നമ്മളത്. അപ്പോൾ എന്തെങ്കിലും പന്തികേടുള്ള ആളുകളെ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുമാത്രമോ അത്രയധികം ഉദ്യോഗസ്ഥർ, പിന്നെ 4 കിലോമീറ്റർ ദൂരത്തിൽ ഭയങ്കര സുരക്ഷയുള്ള ചുറ്റുമതിൽ എന്ന് പറഞ്ഞ് നൂതന സ്കാനറുകൾ, ഈ തെർമൽ സ്കാനറോ അല്ലാത്തതുമല്ല, അടക്കമുള്ള ഈ സ്ഥലത്ത് നിന്ന് മേൽപ്പറഞ്ഞ ഒരു CCTVനെ ഏതോ ഒരാൾ നിന്നുകൊണ്ട് മറച്ചുകൊണ്ട് പൈസയും എടുത്തുകൊണ്ടുപോയാൽ ഇത്രയധികം തട്ടിപ്പ് സാധ്യമാകുമോ എന്നുള്ളതൊരു വലിയ ചോദ്യമല്ലേ. അപ്പോൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അങ്ങ് പെടുത്തുക എന്നുള്ള സാധാരണ ലോക്കൽ പോലീസിൻ്റെ ഒരു ഔചിത്യം വെച്ചുകൊണ്ട് നമുക്ക് ഇത്ര വലിയ സ്ഥലത്തുള്ളൊരു കൊള്ളയെ നമുക്ക് ലൈറ്റാക്കി കാണിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ തോന്നുന്നത് പറ്റില്ല. ഇതിപ്പോൾ നേരത്തെ ഒരു മുഴ മുമ്പേ ഇപ്പോൾ മുരാരി ബാബുവൊക്കെ ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയില്ല, ഞാൻ ഒഴിയുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിരുന്നു, അതിനുശേഷമാണ് പ്രശ്നമായതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പിടിയിലായി, അദ്ദേഹം വിചാരണ നേരിട്ടു, അദ്ദേഹം ജയിലിൽ കിടന്നു. അതിനുശേഷമാണ് പിന്നെ സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങുക ചെയ്തത്. ചമ്പത്രായ രാജിവെച്ചതുകൊണ്ട് കാര്യമായോ? ഇല്ല, അദ്ദേഹത്തിന് ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ 8 പേരിലും അതിനോട് ബന്ധപ്പെട്ട ഈ എണ്ണുന്നവരും അല്ലാത്തവരിലും ആയിക്കഴിഞ്ഞ് ഇത്തിരി കൂടി ചിലപ്പോൾ അവിടെ വൃത്തിയാക്കുന്നതോ ഇനിയിപ്പോൾ ശാന്തിയിലേക്കോ ആരിലെത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പോലും ട്രസ്റ്റിലേക്ക് ഈ അന്വേഷണം എത്തുക തന്നെ വേണം. എത്തിയില്ലെങ്കിൽ അതിൽ കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പൊതുജനം മനസ്സിലാക്കുക. ഞാനെന്തായാലും ആ തരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത്. എന്ത് പറയും? ഇതിനകത്ത് BJPക്കാർ, നമ്മുടെ നാട്ടിലടക്കമുള്ള പാവപ്പെട്ട BJPക്കാർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പിന്നെ അതുകൊണ്ടുകൂടിയാണ് ചമ്പത്രായി രാജിവെക്കുന്നത്, ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്. അതായത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 1 പാകിസ്ഥാനെ കുറ്റം പറയാൻ പറ്റില്ല, 2 ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് നെഹ്റുവിൻ്റെ കുഴപ്പമാണെന്ന് പറയാം, അല്ലെങ്കിൽ പാകിസ്ഥാനെ കുഴപ്പത്തിൽ പറയാം. പക്ഷേ അതിപ്പോൾ ഈ ഒരു വൈഷമ്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരായ BJPക്കാർ തൊട്ട് ചമ്പത്രായി വരെയുള്ളവർ നയിക്കുന്നത്. ഇപ്പോൾ ചമ്പത്രായിക്ക് അങ്ങനെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അദ്ദേഹം അവിടെ നിന്നേനെ. പക്ഷേ ഈ ധാർമ്മിക ഉത്തരവാദിത്തം എടുത്ത് അദ്ദേഹത്തിന് പോകേണ്ടി വരുന്നത് ഇതിപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം അതിൻ്റെ 7 അയലത്തേക്ക് ഈ പറഞ്ഞ ആളുകൾക്കൊന്നും പ്രവേശനമില്ല. ഈ പറഞ്ഞ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വന്തം ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. ഇതാണ് BJPയും RSSും ഇവരെല്ലാം പെട്ടിരിക്കുന്നൊരു പ്രതിസന്ധി. ഇതുവരെയുള്ള ഇപ്പോൾ നീറ്റ് പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അതിർത്തി കടന്നുള്ള ആക്രമണമാണെങ്കിലും എല്ലാം ഒന്നുകിൽ നെഹ്റു അല്ലെങ്കിൽ ഇദ്ദേഹം, അത് പാകിസ്ഥാൻ, ഇവർ രണ്ടുപേരെയും കുറ്റപ്പെടുത്താമായിരുന്നു. പക്ഷേ ഇത് ആ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ആകെപ്പാട് അമ്പരന്ന് നിൽക്കുകയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും. അതായത് ഇനിയിപ്പോൾ പിടിവള്ളി രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തെ മറവിട്ട് ഇനി കക്കുന്നവരെ നിൽക്കാൻ കൂടി പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അവർ വരും. ഇപ്പോൾ ചമ്പത്രായിലേക്കടക്കം അറസ്റ്റോ അല്ലെങ്കിൽ അന്വേഷണമോ ഒരു ചോദ്യം ചെയ്യലോ എങ്കിലും നടന്നിട്ടില്ലെങ്കിൽ ഈ രാജിയുടെ പേരിൽ മാത്രം അദ്ദേഹം വിശുദ്ധനാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം കാവിത്തണലിൽ ഇവരെല്ലാവരും സേഫാണ്.
എന്ന നിലയ്ക്ക് വേണം നമ്മൾ വരാൻ. അല്ലെങ്കിൽ പിന്നെ ഇത് ഒട്ടും നിസാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന ഏതോ ഒരു കുറച്ച് ജീവനക്കാർ ചേർന്ന് ഒരു അമ്പലത്തിൽ അല്പം പൈസ അതിലേക്കായിരിക്കും അവസാനം എത്തുക എന്നല്ലേ? ശരി, തീർച്ചയായും. രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളായിരുന്നു ബാബറി മസ്ജിദ് തകർത്തതും തുടർന്ന് പ്രദേശത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതുമെല്ലാം. അയോധ്യയുടെ മണ്ണിൽ അങ്ങനെ ഉയർന്ന രാമക്ഷേത്രം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഗുരുതരമായ ക്രമക്കേടുകളും സാമ്പത്തിക തിരിമറിയുമാണ് അയോധ്യ ക്ഷേത്രത്തിൽ നടന്നതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ തട്ടിപ്പിന്റെ വ്യാപ്തി 7 കോടിയോളം രൂപയാണ് എന്നുള്ളതാണ് നിഗമനം എന്ന് പറയുമ്പോഴും അതിലധികം രൂപയുടെ തിരിമറി നടന്നിരിക്കാനുള്ള സാധ്യത അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല എന്നതാണ് വസ്തുത. സംഭവത്തിൽ അന്വേഷണം ഉന്നതരിലേക്ക് കടക്കുമെന്നും സൂചനയുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷൻ കൂടിയായ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് സ്ഥാനം രാജിവെച്ചതും അതാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ അയോധ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഉത്തർപ്രദേശിലെ മഥുര ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അധികാരികളുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം ക്രമക്കേടുകൾ അനുവദിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. ആരാധനാലയങ്ങളുടെ മറപറ്റി നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ ഇനി സംഭവിക്കില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് സാമ്പത്തിക ലാഭം കൊയ്യാൻ ഒരുങ്ങുന്നവരെ സമൂഹം ഒന്നാകെ തള്ളിക്കളയും എന്നുള്ളത് ഉറപ്പാണ്.